സർവശക്തനും കാരുണ്യവാനുമായ പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളുടെ മകന്റെ ആത്മാവിനെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിൽ മരണമടഞ്ഞ എല്ലാവരെയും പോലെ ഈ കുഞ്ഞും അവസാന ദിവസം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി പ്രത്യാശിക്കുന്നു. അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തിന്റെയും ക്രിസ്തുവിൽ ഞങ്ങൾക്ക് വിശുദ്ധമായ സംസർഗത്തിന്റെയും അടയാളമായി ഈ മകനിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ ദാനങ്ങൾക്കും തമ്പുരാനെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ മകന് സ്വർഗ കവാടം തുറന്നു കൊടുക്കണമേ. ഈ ലോകത്തിൽ ജീവിക്കുന്നവരായ ഞങ്ങൾ വിശ്വാസ വചസ്സുകളിൽ പരസ്പരം ആശ്വാസം കണ്ടെത്തുവാൻ കൃപയരണമേ. ഞങ്ങളും ഒരിക്കൽ സ്വർഗത്തെത്തിച്ചേർന്ന് വീണ്ടും ഞങ്ങളുടെ കുഞ്ഞിനെ കാണുവാനും സ്വർഗത്തിൽ ധ്യാനം അനുഭവിക്കുവാനും അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. പറുദീസ തന്നിലേക്കാനയിച്ചിടുവാൻ ആഗതരാകട്ടെ മാലാകമാർ. സാദരം സ്വാഗതമോതുവാനായി തവ വേദസാക്ഷികളണഞ്ഞിടട്ടെ. നിന്നെ നയിക്കട്ടെ നവ്യനഗരത്തിൽ നിത്യമായിടും ജെറൂസലേമിൽ. നിന്നെ നയിക്കട്ടെ നവ്യനഗരത്തിൽ നിത്യമായിടും ജെറൂസലേമിൽ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയ മകന് യാത്രാമൊഴി നൽകിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങളോടും പ്രിയപ്പെട്ടവരോടും ബന്ധുമിത്രാദികളോടും സുഹൃത്തുക്കളോടും എല്ലാവരോടും ഒരുമിച്ചായിരുന്ന ഈ മകന് വേണ്ടി കടനീരോടുകൂടെ നമ്മൾ തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് യാത്രാമൊഴി നൽകി പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 42 പാടി പ്രാർത്ഥിക്കുമ്പോൾ അന്തിമ ഉപചാരം അർപ്പിക്കാൻ ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അന്തിമ ഉപചാരം അർപ്പിക്കാനും ചുംബിക്കാനുമുള്ള ഒരു അവസരമാണ്. അതിനുശേഷം ആശ്രയവും അഭയവുമായ ദേവാലയത്തിൽ നിന്നും മകന്റെ ശരീരവുമായിട്ട് നമ്മൾ സെമിത്തേരിയിലേക്ക് പ്രദക്ഷിണമായിട്ട് യാത്രയാകുന്നു.